മനുഷ്യന്മാരെ പറ്റി മനുഷ്യനെ മാത്രമേ സൃഷ്ടിച്ചുള്ളൂ. അതെ പറയും. ബാക്കിയെല്ലാം ജാതി മതം എല്ലാം മനുഷ്യന്റെ സൃഷ്ടിയാണെന്നാ ഞാൻ പറയുന്നത്. അത് ശരി തന്നെയല്ലേ? അല്ലേ? ദൈവം മനുഷ്യനെ മാത്രമാണ് സൃഷ്ടിച്ചത്. ബാക്കി എല്ലാം മനുഷ്യന്റെ സൃഷ്ടികളാണ്. ഓരോരോ ദൈവങ്ങളെ ഓരോരോ നാട്ടിലുള്ള മനുഷ്യരെ അങ്ങനെ ദൈവങ്ങളാക്കി കണക്കാക്കി അവരെ ആരാധിച്ചു. അവരുടെ പിൻഗാമികൾ അതിനെ കൊണ്ടുവന്നു. ഇപ്പം ഞാനിപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ജനിച്ചത് കൊണ്ടാണ് എന്നെ ജോർജ് എന്ന് പേരിട്ടതും ഞാൻ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നു. യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് ആരാധിക്കുന്നു. ഒരു ഹിന്ദുവിൻ്റെ വീട്ടിലായിരുന്നു ഞാൻ ജനിച്ചിരുന്നതെങ്കിൽ എൻ്റെ പേര് ജോർജ് എന്നായിരിക്കില്ലായിരുന്നു. എന്നെ അമ്പലത്തിൽ കൊണ്ടുപോയി എനിക്ക് ചോറുകളും കഴിച്ചതിൻ്റെ അവിടുന്ന് ഒരു പേരും ഇട്ട് അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞനുസരിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ വിശ്വസിക്കും. എനിക്ക് പ്രായമായിട്ട് ഞാൻ സ്വീകരിച്ചതല്ല ഇത്. അപ്പം മാതാപിതാക്കൾ പറഞ്ഞ് പഠിപ്പിക്കുന്നതനുസരിച്ച് ആ ഇതിനെ ദൈവമായിട്ട് ഞാനും ആരാധിച്ചു പോകും. ശരിക്കുള്ള ദൈവം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിലാണ്. ഒരു ദൈവമേ ഉള്ളൂ. പക്ഷെ അതിനെ പലരും പല വിധത്തിൽ ആരാധിക്കുന്നു. ചിലർ അള്ളാഹു എന്ന് പറയുന്നു, ചിലർ ശിവൻ, കൃഷ്ണൻ, വിഷ്ണു എന്ന് പറയുന്നു, ചിലർ യേശു ക്രിസ്തു എന്ന് പറയുന്നു, ചിലർ വായുഗുരു എന്ന് പറയുന്നു. ഇങ്ങനെ പല വിധത്തിലും എത്രയോ ദൈവങ്ങളുണ്ട് ആരാധിക്കുന്നത്. പക്ഷെ ദൈവം എന്ന് പറയുന്നത് ശരിക്കും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒന്നേ ഉള്ളൂ. അതിൻ്റെ പേരാണ് സ്നേഹം. ആരുടെ ഉള്ളിൽ സ്നേഹമുണ്ടോ? ഒരു പാവപ്പെട്ടവനെ കാണുമ്പോൾ അവനോട് കരുണ തോന്നിയിട്ട് അവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഭക്ഷണത്തിലുള്ള പൈസ കൊടുക്കുകയോ, ഒരു വീടില്ലാത്ത ഒരുത്തരെ കയറി കിടക്കാനായിട്ടൊരു ചെറിയ ധനസഹായം ചെയ്തു കൊടുക്കുകയോ, ഒരു രോഗിക്ക് മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ല വന്നു കഴിഞ്ഞു മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഡോക്ടർ എഴുതി കൊടുത്ത മരുന്ന് വാങ്ങാതെ തിരിച്ചു പോകുന്നത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ മരുന്ന് വാങ്ങാൻ ചെന്നപ്പോൾ അവിടെ ഒരു നിമിഷം വന്നിട്ട് നോക്കിയപ്പോൾ 480 രൂപയുടെ മരുന്ന് വേണം. അയാളുടെ 100 രൂപയേ ഉള്ളൂ. വണ്ടി കൂലിക്കുള്ള പൈസ ഉണ്ടെങ്കിൽ അത് വാങ്ങാൻ തിരിച്ചു പോയപ്പോൾ ഞാൻ കൊടുത്തു ആ പൈസ വാങ്ങിക്കോളാൻ പറഞ്ഞു. അയാൾ നേരം എന്തോ ഇത് ആയിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട സുഹൃത്തെ നിങ്ങളത് മേടിച്ചു. കാരണം എനിക്ക് ദൈവം തന്നുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അത് എനിക്ക് തരാൻ പറ്റുമോ? അപ്പോൾ എനിക്ക് ദൈവം തരുന്നത്, മനുഷ്യൻ ദൈവം എനിക്ക് തരുന്നത് എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, സഹായം ആവശ്യമുള്ളവരെ സഹായിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞപ്പോൾ ആ മെഡിക്കൽ ഷോപ്പ് കാര്യം പറഞ്ഞു മേടിച്ചു സാറേ കുഴപ്പമൊന്നുമില്ല, അവർ സ്നേഹത്തോടെ തരുന്നില്ല. അപ്പോൾ അങ്ങനെ മറ്റുള്ളൊരു വ്യക്തിയോട് അല്ലെങ്കിൽ സഹായം ആവശ്യമുള്ള ഒരു മനുഷ്യന് ജാതിയും മതവും നോക്കാതെ, നിറവും നോക്കാതെ, ആണോ പെണ്ണോ സ്ത്രീയോ പുരുഷനോ എന്നൊന്നും നോക്കാതെ സഹായിക്കാൻ മനസ്സ് തോന്നണമെങ്കിൽ സ്നേഹം വേണം മനസ്സിൽ, അല്ലേ? അതാണ് ദൈവം സ്നേഹമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം എന്ന് പറയുന്നത് സ്നേഹം മാത്രമാണ്. അത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അർഹതയുള്ളവന് നിഷേധിക്കരുത്. മനസ്സിലായില്ലേ? നിനക്ക് ചെയ്യാൻ കഴിവുള്ളതാണ്. നിന്നെ മൊത്തം കൊടുക്കണം എന്നല്ല പറയുന്നത്. അല്ലെങ്കിൽ നിന്റെ വീടെടുത്ത് കൊടുക്കണം. നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ. എനിക്ക് 10 രൂപ വരുമാനമുള്ളൂ, 10 പൈസ നിനക്ക് ചെയ്യാൻ കഴിയുമല്ലോ. അപ്പോൾ അത് നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അർഹതയുള്ളവർക്ക് നിഷേധിക്കരുതെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മളൊക്കെ ചെയ്യുന്നത് എന്താ? നമ്മൾക്ക് ഭാവിയിൽ അവനെ കൊണ്ട് എന്തെങ്കിലും ഒരു സഹായം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു സ്ഥാനത്തുള്ള ആളാണ്, അയാളെ കൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടാവും, ഭാവിയിൽ ഉപകാരം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അയാളെ സ്നേഹിക്കാൻ അഭിനയിക്കാൻ തുടങ്ങും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന നന്മ അയാളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹം നിലച്ചു, അയാളുള്ള സ്നേഹം നിലച്ചു. ഇനി അതല്ല, ആ നന്മ ഇയാൾ എനിക്ക് ചെയ്ത് തരില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അപ്പോഴും അയാളുടെ സ്നേഹം കഴിഞ്ഞു. അപ്പോൾ ഈ സ്നേഹം നമ്മൾ നടിക്കുകയും ഒക്കെ ചെയ്ത് അതുണ്ടല്ലോ, അത് കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള സ്നേഹം. ആ സ്നേഹമല്ല ഞാൻ പറഞ്ഞത്. അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കണം. സ്ത്രീയെന്നോ പുരുഷനെന്നോ അല്ലെങ്കിൽ വികലാംഗനോ അങ്ങനെയൊന്നുമില്ല. സഹായം ആർക്കാവശ്യമുണ്ടോ, ഏത് സഹായമായാലും. ചിലർക്ക് വെറും ഉപദേശമായിരിക്കും വേണ്ടി വരിക. ചെറിയ പിള്ളേർക്ക് ഞാൻ ഇവിടെ പിള്ളേരെയൊക്കെ ഉപദേശിക്കാറുണ്ട്. അച്ഛനില്ലാത്ത പിള്ളേർക്ക് വിടുന്ന കുശുദ്രം കാണുമ്പോൾ ഞാൻ വിളിച്ച് ഉപദേശിച്ചിട്ടുണ്ട്. പിന്നെ പപ്പാന്നാണ് വിളിക്കുന്നത് ഇവിടെ പിള്ളേരധികം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഉപദേശം കൊടുക്കാം, ധനസഹായം ചെയ്യേണ്ടവർക്ക് ചെയ്യാം. വസ്ത്രം, നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വസ്ത്രം ഒരു മുണ്ട് തരുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു കൊടുക്കണം.
അല്ലേ? രണ്ടെണ്ണമുള്ളത് ഒന്ന് കൊടുക്കണമെന്നാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അങ്ങോട്ടെ അതുകൊണ്ടൊന്നും ചെയ്യാൻ ആർക്കും സാധിക്കില്ല. അപ്പം ഇങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യുന്നവൻ അവൻ്റെ ഉള്ളിലാണ് ദൈവമുള്ളത്. അല്ലാതെ ആ